അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയിൽ പുതിയ വഴിത്തിരിവ്. ഇറാന്റെ മിസൈൽ പദ്ധതി അമേരിക്കയുടെ ഭാഗമല്ല എന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിൻ രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങളുടെ പ്രതിരോധ നടപടിയിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. രാജ്യത്തിന്റെ മിസൈൽ പദ്ധതി അമേരിക്കയുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ ഭാഗമായേക്കില്ല എന്നും ഭാവിയിൽ യാതൊരു വിധത്തിലുള്ള ചർച്ചയുടെ ഭാഗമാകില്ല എന്നും വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ പ്രതിരോധ ശേഷി രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ്. അതിന്റെ പിന്നിൽ ചർച്ചകൾക്ക് കൂടുതൽ ഇടമില്ല എന്ന് ആവർത്തിച്ചുറപ്പിച്ചാണ് പറയുന്നത്. സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന തുടർ ചർച്ചകളുടെ പ്രധാന അജണ്ട ആണവ പദ്ധതി, ഉപരോധ ഇളവുകൾ, സാമ്പത്തിക സഹകരണം എന്നിവയായിരിക്കുമ്പോൾ തന്നെ മിസൈൽ ശേഷിയെക്കുറിച്ചുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആശങ്കകൾക്ക് ഇറാൻ വ്യക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാന്റെ മിസൈലുകൾ അവിടെ ചർച്ചയ്ക്കുള്ളതല്ല, പ്രതിരോധത്തിനുള്ളതാണ് എന്ന നിലപാടാണ് ഇവിടെ ടെഹ്റാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ആണവ പദ്ധതികളുമായി ഇവിടെ ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സമാധാന ചർച്ചയുടെ ഭാവി എന്താകും എന്നതാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതേസമയം പരസ്പരം അവകാശവാദങ്ങളുമായി സജീവമായി തന്നെ ഇറാനും അമേരിക്കയും ഇപ്പോൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ്. ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനയ്ക്ക് ഇറാൻ വഴങ്ങില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ചർച്ച നടന്നിരുന്നുവെങ്കിൽ ഇനിയും രക്തം വീഴുമായിരുന്നു എന്നതാണ് ഇവിടെ ഇറാൻ അതിനായി തന്നെ ഇറാന്റെ ഒരു സ്പീക്കർ അവിടെ മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇറാൻ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അമേരിക്ക ആവർത്തിക്കുകയാണ്. അതിലൊന്നാണ് ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്ക് ഇറാൻ സമ്മതിച്ചെന്ന അമേരിക്കൻ അവകാശവാദം. നിലവിൽ ഇറാൻ പാർലമെന്റ് നിയമം മൂലം തന്നെ ഇവിടെ വിലക്കിയിരിക്കുകയാണ് ആണവ കേന്ദ്രങ്ങളിലെ മറ്റു രീതിയിലുള്ള പരിശോധനകൾ. അതേപോലെ ഇറാന്റെ മരവിപ്പിച്ച ഫണ്ട് വിട്ടു നൽകുന്നത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുമെന്ന തരത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു അമേരിക്കൻ വാദമായി തന്നെ ഉന്നയിക്കുന്നത്. അമേരിക്കൻ ട്രഷറി എസ്ക്രോ അക്കൗണ്ടിലേക്ക് മറ്റൊരു പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വിനിയോഗിക്കേണ്ടി വരുന്നുണ്ട് എന്നതാണ് അമേരിക്കയുടെ നിലപാട്. 1200 കോടി ഡോളറാണിത്. പക്ഷേ പണം എന്ത് ചെയ്യണമെന്ന് തങ്ങൾക്ക് തീരുമാനിക്കാമെന്നതായിരുന്നു ഇറാൻ വ്യക്തമാക്കിയത്. ഹോർമൂസ് തങ്ങൾ നിയന്ത്രിക്കുമെന്നും ഇറാൻ ആവർത്തിക്കുമ്പോൾ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് അമേരിക്ക പറയുന്നത് മറ്റൊരു കാര്യമായി എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. കരാർ പാലിച്ചില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ അത് ചെയ്യുമെന്നതാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന്റെ ഫണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ചിലവഴിക്കുമെന്നും പ്രസ്താവന. ഇതോടുകൂടി തന്നെ ഇറാന്റെ ചർച്ചകളെ നയിച്ച സംഘത്തോട് രാജ്യത്തിന്റെ എതിർപ്പ് അറിയിക്കാൻ ഇവിടെ കൂടുതലായി തന്നെ ഇടയാക്കിയിട്ടുണ്ട്. അതിനിടെ തന്നെ ഇറാൻ ഗൾഫ് ബന്ധത്തിൽ അതീവ ഗുരുതരമായ അല്ലെങ്കിൽ അതീവ ഗൗരവമേറിയ നിലപാടാണ് ഖത്തർ പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ അയൽ രാജ്യമാണ് എന്നും മേഖലയുടെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഇറാനുമായി ചർച്ച അനിവാര്യമാണ് എന്നും ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഗൾഫിന് പുതിയ സുരക്ഷാ ചട്ടക്കൂടും ഒറ്റക്കെട്ടായ കാഴ്ചപ്പാടും വേണമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി UAE, ബഹ്റൈൻ, ഖത്തർ രാഷ്ട്രീയങ്ങളിൽ നടക്കുന്ന സന്ദർശനം ഇറാൻ അമേരിക്ക ചർച്ചകളുടെ ഗൾഫ് നയം സംബന്ധിച്ചുകൊണ്ട് സുപ്രധാനമാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.